ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മൾ സെറയുടെ കാർണിവൽ എന്ന് പറഞ്ഞ ക്ലോസറ്റ് അതിൻ്റെ ബോൾട്ട് സെറ്റ് ചെയ്യാണ്. അതായത് എൽ ബ്രാക്കറ്റ് സെറ്റ് ചെയ്യാണ്. അത് നമ്മൾ ഫ്ലഷ് ടാങ്ക് ഉണ്ട്. അതിനിപ്പോൾ ഏത് ഫ്ലഷ് ടാങ്കോ, ഗ്രോഹയോ ജാഗറോ ഗബ്രിറ്റോ ഇനി ഏതും കൊളറോ ഏതിൻ്റെ ആയാലും നമുക്കതിൻ്റെ മേലെ 7 ഇഞ്ച് ബോൾട്ട് വേണമെന്നുള്ളു. 9 ഇഞ്ചിൽ ഇടരുത്. 7 ഇഞ്ച് ബോൾട്ടിൽ അതിൻ്റെ എൽ ബ്രാക്കറ്റ് സെറ്റ് ചെയ്തിട്ട് ഇതിൽ നട്ട് ടൈറ്റ് ചെയ്യുന്ന ഇതാണിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുമ്പം ഗ്രീസ് ഇടാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. കാരണം ഇത് കുറേ കാലം കഴിഞ്ഞ് എന്തെങ്കിലും ഒരു മെയിൻ്റെനൻസ് ചെയ്യാൻ ഭാവിയിൽ ആവശ്യം വരികയാണെങ്കിൽ ഇത് ഊരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ഗ്രീസ് തേച്ചിട്ട് നട്ട് ടൈറ്റ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ. ടൈറ്റ് ചെയ്യാൻ ഞാൻ ക്ലോസറ്റ് എൻ്റെ വീഡിയോ ഞാൻ സൈഡിലേക്ക് എടുത്തില്ല. ഞാനിത് സെറ്റ് ചെയ്യുന്നതിനെ കൊണ്ട് അതിൻ്റെ അളവൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. നമ്മൾ അതിൻ്റെ ഫ്ലഷ് ടാങ്കിൻ്റെ ഔട്ട്ലെറ്റിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് അതായത് ആ ബുഷിൻ്റെ, അതായത് എൽ ബ്രാക്കറ്റിൻ്റെ ബുഷിൻ്റെ സെൻറ്ററിലേക്കുള്ള അളവ് ക്ലോസറ്റിൻ്റെ അല്ലെങ്കിൽ ബോൾട്ടിൽ നിന്ന് നമ്മൾ അളന്നിട്ട് ഇവിടേക്ക് മാർക്ക് ചെയ്യുക. അപ്പോൾ സെൻറ്റർ ഈക്വൽ ഡിവൈഡ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അളന്ന് സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഈ ബ്രാക്കറ്റ് ബുഷ് അതിൻ്റെ മേലെ കറക്റ്റാക്കി വെച്ചാൽ മതി. സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് പ്രത്യേകിച്ച് അറിയാത്ത പ്ലംബർമാർക്ക് അറിയാവുന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വേഗം മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. പെട്ടെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനൊക്കെ ഉണ്ട്. അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് അളവ് ഈക്വൽ ആവണം. എന്നാലുള്ള അല്ലെങ്കിൽ സ്ക്രൂ ക്രോസ് ആവാതെ അതുമ്പോൾ ടൈറ്റായി നിൽക്കുക. അപ്പോൾ അതിൻ്റെ മേലെയുള്ള ഒരു ബ്ലാക്ക് ബുഷിലാണ് ഇതിൻ്റെ ത്രെഡ് ഉള്ളത്. അതൊരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. അത് അങ്ങോട്ടും മേലോട്ടും താഴോട്ടേക്കും നീങ്ങുന്നതിനനുസരിച്ച് ഇത് മുറുകും ചെയ്യും. ഇതിൻ്റെ ഹോൾസ് ഡിസ്റ്റൻസ് ക്ലിയർ ആവുകയും ചെയ്യും. അപ്പോൾ ഇത് ഈക്വൽ ചെയ്തതിന് ശേഷം സ്പിറ്റ് ലെവൽ വെച്ചിട്ട് ലെവൽ ക്ലിയർ ചെയ്തിട്ട് ഈ നട്ടും ബോൾട്ടും ഒന്നും കൂടി ഒന്ന് ടൈറ്റ് ചെയ്ത് സ്ട്രോങ് ആണെന്ന് ഉറപ്പ് വരുത്തുക. മൊത്തത്തിലൊന്ന് സ്ട്രോങ് ആക്കി ഉറപ്പ് വരുത്തുക. ഇതിൻ്റെ മേലെ ഫുൾ ലോഡ് വരുന്നത് ആ ബ്ലാക്ക് ബുഷിൻ്റെ മേലെയാണ് ക്ലോസറ്റിൻ്റെ ടോപ്പ് സീറ്റിങ് വരുന്നത്. എന്നിട്ട് നമ്മൾ അല്ലെങ്കിൽ സ്ക്രൂ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ട് അളവെടുത്തിട്ട് ആ സ്ക്രൂ എടുത്ത് മാറ്റണം. അപ്പോൾ നമ്മൾ ആ അല്ലെങ്കിൽ ഹോൾസ് ആ കാണുന്ന ഹോൾസ് ക്ലോസറ്റ് എടുത്ത് വെക്കുമ്പോൾ ആ ഹോൾസ് കറക്റ്റ് സെൻറ്ററായിട്ട് നമ്മൾ ആ സെറ്റ് ചെയ്തതിന് നേരത്തെ അളവെടുത്ത് വെച്ച പോലെ തന്നെ നേരെ വന്ന് നിൽക്കും. എന്നിട്ട് അതിൻ്റെ ഒരു ബുഷ് എടുത്ത് സെൻറ്ററിൽ വെക്കുക. അല്ലെങ്കിൽ സ്ക്രൂ എടുത്തിട്ട് അതിലോട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ ടൈറ്റ് ചെയ്യുക. അത് വെക്കുമ്പോൾ തന്നെ നേരെ അതിലോട്ട് എത്തും. അതിന് മുന്നേ അതിൻ്റെ അളവ് സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ടാണ് അത് കറക്റ്റായിട്ട് കയറുന്നത്. നേരെ മറിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആണെങ്കിൽ പിന്നെയും ക്ലോസറ്റ് ഊരി എടുത്തെടുക്കേണ്ടി വരും. നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്യുമ്പോൾ സ്പിറ്റ് ലെവൽ വെച്ചിട്ട് അതിൻ്റെ ലെവൽ ഈക്വൽ ചെയ്തിട്ട് രണ്ട് ഭാഗവും ഇത് ടൈറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് ക്ലോസറ്റ് ആ ബുഷിയമ്മ പോയി സീറ്റിംഗ് ആവുക. എന്നിട്ട് സീറ്റിംഗ് ആയതിനു ശേഷം വൈറ്റ് സിമെൻറ്റിൽ അതിൻ്റെ സൈഡ് ചുമരുമേൽ ടൈൽമേൽ ഫിക്സ് ചെയ്യും.